പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ ന്യൂ ഇയറിന് മാത്രം കാണുന്ന ഒരു പ്രത്യേക സവിശേഷമായിട്ടുള്ളൊരു കാര്യമുണ്ട്. നിരത്തിലൂടെ നോക്കിക്കഴിഞ്ഞാൽ ഓടി ഓടി തളർന്നു നിൽക്കുന്ന ആളുകളെ കാണാം. എന്ന് പറയുന്ന തളർന്ന് ന്യൂ ഇയറിൻ്റെ റെസൊല്യൂഷൻ ഇത് ആദ്യത്തെ ദിവസം ഞങ്ങളിതാ നേടിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പുതുതായിട്ട് നടക്കാനിറങ്ങുന്നവർ, ഓടാനിറങ്ങുന്നവർ, സൈക്കിൾ ചവിട്ടാനിറങ്ങുന്നവർ, പിന്നെ ജിമ്മിൽ പോകുന്ന മനുഷ്യർ, ജനുവരി 1-ാം തീയതി ജിമ്മിലേക്ക് എത്തുന്ന മനുഷ്യർ 10-ാം തീയതിയൊക്കെ കഴിയുമ്പോഴേക്കും അവിടെ ഇവിടെയൊക്കെ ചെറിയ വേദനയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് നിൽക്കും. ഫെബ്രുവരിയൊക്കെ ആകുമ്പോഴേക്കും എന്നാ പോയില്ലേ, ഇന്ന് പോയില്ലേ, തിരക്കായിരുന്നു എന്ന് പറയും. മാർച്ച് ആകുമ്പോഴേക്കും ജിമ്മോ, ഏത് ജിം എന്ന് ചോദിക്കുന്ന അവസ്ഥയിലേക്കും എത്തും. കുറച്ചുപേരെ ഉള്ളു കേട്ടോ, മറ്റുള്ളവർ അങ്ങനെയല്ല, സ്ഥിരോത്സാഹികളാണ്. കൊച്ചി കടവന്ത്രയിലെ സ്മാർട്ട് ഫിറ്റ്നസ് ജിമ്മിലേക്ക് ഷബാസ് അഹമ്മദ് പോയിട്ടുണ്ട്. റെസൊല്യൂഷനുമായി എത്തിയവരെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഷബാസ് അഹമ്മദ് എവിടെയുണ്ട്? ഷബാസെ, ഗുഡ് മോർണിംഗ്, ഹാപ്പി ന്യൂ ഇയർ. പുതിയ പ്രതിജ്ഞയൊക്കെ ആയിട്ട് നമ്മുടെ ആളുകൾ എത്തിയിട്ടുണ്ടാവുമല്ലോ. ജിമ്മിൽ എങ്ങനെയാണ്, പൊതുവേ തിരക്കുണ്ടോ അതോ കൊച്ചിയിലെ ഇന്നലത്തെ ന്യൂ ഇയറിൻ്റെ ഒരു ആഘോഷരാവൊക്കെ കഴിഞ്ഞ് 1-ാം തീയതി തുടങ്ങണ്ട, 2-ാം തീയതി തുടങ്ങിയാൽ മതി എന്ന് തീരുമാനിച്ചിട്ടുണ്ടോ? ഗുഡ് മോർണിംഗ് അരുൺകുമാർ, ഹാപ്പി ന്യൂ ഇയർ. ന്യൂ ഇയറിന് ഏറ്റവും കൂടുതൽ ആളുകൾ എടുക്കുന്ന തീരുമാനം നാളെ മുതൽ ഞാൻ ജിമ്മിൽ പോയി തുടങ്ങും, ശരീരം നന്നാക്കുമെന്നതാണ്. അത്തരത്തിൽ ജിമ്മുകാർക്ക് അല്ലെങ്കിൽ ഫിറ്റ്നസ് സെന്ററുകൾക്ക് ഏറ്റവും കൂടുതൽ അഡ്മിഷൻ കിട്ടുന്ന സമയം തന്നെ ഈ ഒരു ന്യൂ ഇയർ സമയമാണ്. അത്തരത്തിൽ നിരവധി അഡ്മിഷനുകൾ ഈ സമീപത്തുള്ള പല ജിമ്മുകളിലും കൊച്ചിയിൽ പലയിടത്തായി ഉണ്ട്. പക്ഷേ ആ അഡ്മിഷൻ എടുത്ത ആളുകളൊന്നും നമ്മൾ അന്വേഷിച്ചപ്പോൾ തൊട്ടടുത്തുള്ള ജിമ്മുകളിലോ ഈ ജിമ്മുകളിലോ കാണാൻ കഴിഞ്ഞില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം. എന്തായാലും വേറൊരാൾ നമുക്ക് കാണിക്കാനുണ്ട്. കഴിഞ്ഞ ന്യൂ ഇയറിന് ഇതേപോലൊരു റെസൊല്യൂഷൻ എടുത്ത് കഴിഞ്ഞ 1-ാം തീയതി തുടങ്ങിയതാണ്. ഇപ്പോ ഈ 1-ാം തീയതിയും വർക്കൗട്ട് തുടരുന്ന ആളാണ് നമുക്ക് കാണിക്കാനുള്ളത്. ചേട്ടന്റെ പേരെന്താ? ആഷിഖ്. എപ്പോഴായിരുന്നു? കഴിഞ്ഞ ന്യൂ ഇയർ തുടങ്ങിയാണ്. ഞങ്ങൾ നോക്കുമ്പോൾ ഇന്ന് അഡ്മിഷൻ കുറെ വന്നിട്ടുണ്ട്, പക്ഷെ ആരെയും കാണുന്നില്ല അവിടെ. ന്യൂ ഇയർ സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞ് രാവിലെ എത്താനും ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അതെ. അപ്പൊ ഒരു വർഷം വിജയകരമായിട്ട് ഈ വർക്കൗട്ട് പൂർത്തിയാക്കി. ഒരു വർഷം കൺസിസ്റ്റന്റ് അല്ല, കഴിഞ്ഞ ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുത്തു, ഈ വർഷം കൺസിസ്റ്റന്റ് ആയിട്ട് വരണമെന്നാണ് ആഗ്രഹം. ചേട്ടന്റെ കൂടെ എടുത്ത വേറെ ആളുകളുണ്ടോ ന്യൂ ഇയർ റെസൊല്യൂഷൻ ഇതേപോലെ എടുത്ത? 2 പേര് എടുത്തിട്ടുണ്ടായിരുന്നു. അവരുടെ അവസ്ഥ 3 മാസം കൊണ്ട് നിർത്തിയവര്. മാർച്ച് ആയപ്പോഴേക്കും കഴിഞ്ഞു. ചേട്ടൻ എന്താണ് ഇങ്ങനെ തുടരാനുള്ള ഒരു ഊർജ്ജം? 1 ഇയർ മെമ്പർഷിപ്പ് എടുത്തത്, പിന്നെ ഇടയ്ക്ക് നിർത്തും, പിന്നെ തിരിച്ചു വരും, അങ്ങനെ. അതുകൊണ്ടാണ് 1 ഇയർ മെമ്പർഷിപ്പ് പൈസ ഓൾറെഡി കൊടുത്തതാണ്. പക്ഷെ ഈ വർഷം കൊടുത്തു, ഫുൾ ഇയറിൽ കൊടുത്തു. അതുകൊണ്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ തവണ ജിമ്മുകാർ പെടുത്തി, രണ്ടാമത് നമ്മൾ സ്വയം എടുത്തു. അത്രേ ഉള്ളു. ഇതാ ജിമ്മിലെ സ്റ്റാഫുകൾ ഇവിടെ ഉണ്ട്. എന്താണ് ന്യൂ ഇയർ ആയിട്ട് അഡ്മിഷൻ ഉണ്ടോ? ഉണ്ട്, അത്യാവശ്യം അഡ്മിഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ രാവിലെ ഞാൻ പറഞ്ഞ സെലിബ്രേഷൻസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ആൾക്കാരിപ്പം എഴുന്നേറ്റ് വരുന്നതിനൊക്കെ താമസിച്ച്. ഓഫറുകളൊക്കെ കൊടുത്തിട്ടുണ്ടോ? ഉണ്ട്, നല്ല ഓഫേഴ്സ് കൊടുക്കുന്നുണ്ട് നമ്മളിപ്പം. അപ്പൊ അഡ്മിഷൻ ഒരുപാട് വന്നിട്ടുണ്ട്. അഡ്മിഷൻ അത്യാവശ്യം വന്നിട്ടുണ്ട് നമുക്ക്. പക്ഷെ ഞാൻ തപ്പി നോക്കിയപ്പോൾ ഒരു ജിമ്മിലും പുതിയ അഡ്മിഷൻ എടുത്ത ഒരാളെയും കാണുന്നില്ല. അതെ. വൈകിട്ടൊക്കെ ആകുമ്പോൾ അത്യാവശ്യം നല്ല തിരക്കാണ്. രാവിലെ ഈ സമയത്ത് നമുക്ക് സാധാരണ ദിവസം നല്ല തിരക്കാണ്. പക്ഷേ ഇപ്പം സെലിബ്രേഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ആൾക്കാർ എഴുന്നേറ്റ് വരാനൊരു ബുദ്ധിമുട്ട് കാരണം തോന്നുന്നു. ഇപ്പം രാവിലത്തേക്ക് ആൾക്കാർ കുറവാണ്. അതാണ് കുമാർ, ഒരുപാട് ഓഫറുകൾ കൊടുത്തുകൊണ്ട് ജിമ്മുകാർ ആളെ കൂട്ടുന്ന ഒരു സമയം കൂടിയാണ്. പക്ഷെ ഇന്നെന്തായാലും ആളുകളില്ല. ഇവിടെ റിട്ടയർഡ് എസ് പി ആയിട്ടുള്ള ജോയ് സാർ ഉണ്ട്. സാർ സ്ഥിരമായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ആളാണ്. സാർ, പുതുവർഷമായിട്ട് എന്തൊക്കെയാണ് പ്രതീക്ഷ? പ്രതീക്ഷകൾ പലതുമുണ്ട്, സ്വപ്നങ്ങളുമുണ്ട്. സ്വപ്നങ്ങളില്ലെങ്കിൽ പിന്നെ ജീവിതമില്ലല്ലോ. പഴയ സിനിമാ പാട്ടി പറയുന്ന പോലെ സ്വപ്നങ്ങൾ സ്വപ്നങ്ങൾ നിങ്ങൾ സ്വർഗകുമാരികളല്ലോ, നിങ്ങൾ ഈ ഭൂമിയിൽ ഇല്ലായിരുന്നെങ്കിൽ നിശ്ചലം ശൂന്യമി ലോകം. അപ്പോൾ ധാരാളം സ്വപ്നങ്ങളുണ്ട്. ഇപ്പം ഈ കുട്ടി തന്നെ മിസ്സസ് കൊച്ചി ആകാനായിട്ട് ട്രൈ ചെയ്യണേന്ന്. അവ ലാസ്റ്റ് സ്റ്റേജിലാണ്. അപ്പം അടുത്ത് തന്നെ കയറും കോമ്പറ്റീഷൻ. ഈ പുതിയ അഡ്മിഷൻ എടുത്ത ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുത്ത് ജിമ്മിലേക്ക് വരുന്ന ആളുകളോട് എന്താണ് പറയാനുള്ളത്? ആരംഭിച്ചാൽ അവസാനിപ്പിക്കരുത്. ഈ എക്സസൈസ് നമ്മൾ ലൈഫിൽ ആരംഭിച്ചു കഴിഞ്ഞാൽ ആ ബോഡി അതായിട്ട് അക്കസ്റ്റംഡ് ആവും. പിന്നെ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ബോഡി റിയാക്ട് ചെയ്യും. ഒന്നും ആദ്യമേ ചെയ്യാതിരിക്കുക, ചെയ്താൽ കണ്ടിന്യൂ ചെയ്യുക. അതാണ് അരുൺകുമാർ. ഇത്തരത്തിൽ ആളുകൾ സ്ഥിരം വരുന്നവരുണ്ട്, പിന്നെ കഴിഞ്ഞ ന്യൂ ഇയറിന് തുടങ്ങി വെച്ച ആളുകളും ഈ ന്യൂ ഇയറിന് ഉണ്ട് എന്നൊരു സന്തോഷമുള്ള കാര്യമുണ്ട്. അത്തരത്തിൽ നിരവധി അഡ്മിഷനുകൾ ജിമ്മുകളിലൊക്കെ വന്നിട്ടുണ്ടെങ്കിലും അവരൊക്കെ ഇന്ന് വൈകുന്നേരത്തോടു കൂടി തുടങ്ങും എന്ന പ്രതീക്ഷയാണ് ജിമ്മിലുള്ള സ്റ്റാഫുകൾ പങ്കുവെക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫിറ്റ്നസ് സെന്ററിലേക്കൊക്കെ രാവിലെ ആളുകൾ എത്തിച്ചേരുന്നു. ചില ആളുകളൊക്കെ കുറച്ച് ന്യൂ ഇയറിന്റെ സെലിബ്രേഷൻസ് ഒക്കെ കഴിഞ്ഞ് ആഹ്ലാദത്തിന്റെയും ആഘോഷത്തിന്റെയും ഒക്കെ കെട്ടുവിട്ടതിന് ശേഷം, ആഘോഷത്തിന്റെ കെട്ട് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്, പ്രേക്ഷകർ തെറ്റിദ്ധരിക്കേണ്ട, ഒക്കെ ഒന്ന് ഉണർന്നതിന് ശേഷം ജിമ്മിലേക്ക് എത്തിച്ചേരാൻ സാധ്യതയുണ്ട്. വൈകുന്നേരത്തോടു കൂടി ജിമ്മുകളൊക്കെ ചിലത് തിരക്കിലാവുകയും ചെയ്യും. ഇത് ന്യൂ ഇയർ മാത്രമല്ല, അവസാനം വരെയും ഈ സ്ഥിരോത്സാഹത്തോടു കൂടി ജിമ്മിൽ പോകുന്ന മനുഷ്യരുണ്ടല്ലോ, അവർ
സൂപ്പർ മനുഷ്യരാണെന്നാണ് പറയുന്നത്. നമ്മളെപ്പോഴും പറയും, നിങ്ങൾ നടക്കാനിറങ്ങുമ്പോഴും വ്യായാമം ചെയ്യാനിറങ്ങുമ്പോഴും കൂട്ടുകാരനെ വിളിച്ചുകൊണ്ട് പോകരുത്. കാര്യം അവൻ്റെ മടി കൂടി നമുക്ക് പകരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴും ആഹ്ലാദങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളെ കൂട്ടിക്കൊള്ളൂ. ജിമ്മിൽ പോകുന്ന സമയത്ത് നിങ്ങൾ ഒറ്റയ്ക്ക് പോകുന്നതാണ് കുറച്ചുകൂടി നിങ്ങളുടെ തടിക്കും നിങ്ങളുടെ പ്രതിജ്ഞയ്ക്കും നിങ്ങളുടെ സ്വഭാവത്തിനും നല്ലത്. ഇല്ലെങ്കിൽ കൂട്ടുകാരൻ മടി പിടിച്ചാൽ നിങ്ങളും മടി പിടിച്ച് വീട്ടിലിരിക്കും. അങ്ങനെ ഒരു പ്രശ്നം കൂടിയുണ്ട്. അതുകൊണ്ട് ഈ വർഷം നിങ്ങൾ ജിമ്മിലൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് പോകാൻ ശ്രമിക്കുക. ഈ വ്യായാമമൊക്കെ ഒറ്റയ്ക്ക് ചെയ്ത് തിരിച്ചു വരിക. കളിക്കാനൊക്കെ പോകുന്ന സമയത്ത് കൂട്ടുകാരെ കൂട്ടും, പക്ഷേ ജിമ്മിൽ പോകുമ്പോൾ ഒറ്റയ്ക്ക് പോകണം. അതാണ് തത്വം.